ഹായ്, നമസ്കാരം. ഇപ്പം നമ്മുടെ മാതിരം ബ്രാൻഡിൻ്റെ പരിപ്പ് പായസം, പാലട പായസം അതെങ്ങനെയാണ് മനോഹരമായിട്ട് നല്ല സ്വാദിഷ്ടമായിട്ട് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു റെസിപ്പിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് പരിപ്പ് പായസം എങ്ങനെ ഉണ്ടാക്കാന്നുണ്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് 1.5 കിലോ പരിപ്പ് കൊണ്ടാണ് ചെയ്യുന്നത്. 1.5 കിലോ പരിപ്പ് നമ്മുടെ ചെറുപയർ പരിപ്പാണ് ഇതിന് ഉപയോഗിക്കുക. അപ്പോൾ ഈ പരിപ്പ് നമ്മൾ നന്നായിട്ട് ആദ്യം വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിത് ചൂട് ഉള്ള ഉരുളിയിൽ ഇത് പരിപ്പ് നല്ല പോലെ മൂത്ത് വറുത്തെടുക്കണം. പരിപ്പൊക്കെ നമ്മൾ അതിലിട്ടിട്ടുണ്ട്. ഉരുളി ജസ്റ്റ് ഒന്ന് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി ബ്രൗൺ കളർ വരും. ഇപ്പോൾ ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള കളറല്ലേ ഈ പരിപ്പ് കാണുന്നത്. ഇത് മൂത്ത് വരുമ്പോൾ ബ്രൗൺ കളറാവും. ആ കളറാവണ വരെ ഇത് നന്നായിട്ട് ഇളക്കി വറുക്കണം. അപ്പം നമ്മുടെ പരിപ്പൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് വേറെ പാത്രത്തേക്ക് മാറ്റിയിട്ട് ആറിയിട്ട് വേണം നന്നായിട്ട് ഇത് കഴുകിയിട്ട് എടുക്കണം. വല്ല കല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ അപ്പം നന്നായി കഴുകി വൃത്തിയാക്കി. അപ്പം നമ്മുടെ ഉരുളി വെച്ചിട്ട് പായസത്തിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു 6 ലിറ്റർ വെള്ളം ചേർക്കണം. പരിപ്പ് വേവിച്ചെടുക്കാനുള്ളത്. അത് നമ്മൾ ചിലപ്പോൾ ഒരു 6 ലിറ്റർ എന്നുള്ള 7 ലിറ്റർ ആവാം, പരിപ്പിൻ്റെ വേവിനനുസരിച്ചിട്ടാണ്. നമുക്കൊന്ന് അടച്ചു വയ്ക്കാം, ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. അപ്പം നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പരിപ്പിടാം. കഴുകി വെച്ച പരിപ്പാണ്. അപ്പം നമ്മുടെ പരിപ്പൊക്കെ നമ്മളിട്ടു. ഇനി നമുക്കിത് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. പരിപ്പ് ഇങ്ങനെ തിളച്ച് ഇങ്ങനെ വരുന്നുണ്ട്. ഇടയ്ക്ക് വന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ പരിപ്പൊക്കെ അസലായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇങ്ങനെ നമ്മൾ ഉണ്ടോ ഇങ്ങനെ ഞെക്കുമ്പോൾ ഇങ്ങനെ ഞെങ്ങിപ്പോണത്, ഇതാണ് ഇതിൻ്റെ വേവ്. നമുക്കിതിലേക്ക് ശർക്കരപ്പാവ് ഒഴിക്കാം. ശർക്കരപ്പാവ് അരിച്ചിട്ട് ഒഴിക്കണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇതിൽ വല്ല കല്ലൊക്കെ ഉണ്ടെങ്കിലേ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള നാളികേരം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 6 നാളികേരം എടുക്കണത്. ചെറിയ നാളികേരമൊക്കെ ആണെങ്കിൽ നമ്മൾ 7-8 നാളികേരമൊക്കെ എടുക്കണത്. ഏകദേശം ഒരു നാളികേരത്തിൻ്റെ വലിപ്പങ്ങൾ കണ്ടറിയുന്നുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ 6 നാളികേരം എടുത്താൽ മതി. അത്യാവശ്യം നല്ല പാലും ഉണ്ടാവും. അപ്പം നമ്മുടെ പരിപ്പൊക്കെ ചൂടായി അത് തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ ചിലർ പരിപ്പിനൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി അരിപ്പൊടിയൊക്കെ ചേർക്കുന്നവരുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അരിപ്പൊടിയൊന്നും ചേർക്കണ്ട. നമ്മുടെ ഈ പരിപ്പിൽ നിന്ന് കുറച്ച് പരിപ്പ് എടുത്തിട്ട് അരിക്കുക. ഇതേപോലെ മിക്സ് ചെയ്യുക. ഉണ്ടോ? ഇനി നമുക്കിതിലേക്ക് നാളികേരപ്പാൽ ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം.
അപ്പോൾ നമ്മുടെ പായസമൊക്കെ അങ്ങനെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുന്തിരിയും അണ്ടിപ്പരിപ്പും നാളികേരും കൂടിയിട്ട് നെയ്യിൽ വറുത്തിട്ട് ഉള്ളത് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓണൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ മാധുര്യം ബ്രാൻഡിൻ്റെ പരിപ്പ് പായസമാണ് ഇപ്പം ഇന്ന് നിങ്ങൾ കണ്ടത്. ഇതിനോട് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാലട പായസം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. താങ്ക് യു.